ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് എടുക്കുന്നത്. അപ്പോൾ എന്താണെന്നുള്ളത് നോക്കാം. ഇത് 2 pipes running together can fill a tank in 1/9 minutes. If one pipe takes 5 minutes more than the other to fill the tank, find the time in which each pipe would fill the tank separately. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഒരു ടാങ്ക്, 2 പൈപ്പും കൂടി ഒരു ടാങ്ക് ഫില്ല് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 1/9 മിനിറ്റ്സ് ആണ്. അപ്പോൾ 1/9 മിനിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് 11 × 9 എന്ന് പറഞ്ഞാൽ 99, 99 + 1 എന്ന് പറഞ്ഞാൽ 100/9. 100/9 മിനിറ്റ്സിലാണ് 2 പൈപ്പും കൂടി ഒരു ടാങ്ക് ഫില്ല് ചെയ്യുന്നത്. If one pipe takes 5 minutes more than the other to fill the tank. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓരോ പൈപ്പും സെപ്പറേറ്റ് ആയിട്ട് എത്ര ടൈമിനുള്ളിൽ ആ ടാങ്ക് ഫില്ല് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു പൈപ്പ് 5 മിനിറ്റ്സ്, വേറൊരു പൈപ്പിനേക്കാൾ 5 മിനിറ്റ് കൂടുതൽ മുമ്പേ ടാങ്ക് ഫില്ല് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2 പൈപ്പും ടൈമാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് ദ ടൈം ഇൻ വിച്ച് ഈച്ച് പൈപ്പ് വുഡ് ഫിൽ ദ ടാങ്ക് സെപ്പറേറ്റ്ലി. അപ്പോൾ ടൈമാണ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നത്. ഒരു പൈപ്പിൻ്റെ ടൈം, അതായത് ടാങ്ക് ഫില്ല് ചെയ്യാൻ എടുത്ത ടൈം എക്സ്, മറ്റൊരു പൈപ്പ്, 2 പൈപ്പ് ഉണ്ടല്ലോ, രണ്ടാമത്തെ പൈപ്പ് ആ ടാങ്ക് ഫില്ല് ചെയ്യാൻ എടുത്ത ടൈം എന്ന് പറയുന്നത് x + 5 മിനിറ്റ്സ് കൂടുതൽ എടുക്കുന്നു. അതുകൊണ്ട് അപ്പോൾ നമ്മൾ എടുക്കുന്നു let time taken by one pipe to fill the tank be x and the other tank be x + 5. അപ്പോൾ ഒരു ടാങ്ക് എക്സ് ആണെങ്കിൽ അതിനേക്കാൾ 5 മിനിറ്റ് കൂടുതൽ എടുക്കുന്നുണ്ട് മറ്റൊരു പൈപ്പ്. അപ്പോൾ നമ്മൾ രണ്ടും അങ്ങനെ എടുത്തു. ഒരു പൈപ്പ് ടാങ്ക് ഫില്ല് ചെയ്യാൻ എടുക്കുന്ന ടൈം എക്സ്, മറ്റൊരു പൈപ്പ് ടാങ്ക് ഫില്ല് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് x + 5. ഇവിടെ നമുക്ക് ഓരോ ടാങ്കും എത്ര ടാങ്കിൽ ഈ എക്സ് ആണ് കണ്ടുപിടിക്കുന്നത്. ആദ്യത്തെ പൈപ്പിൻ്റെ എക്സും രണ്ടാമത്തെ പൈപ്പിൻ്റെ x + 5 ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? പാർട്ട് ഓഫ് ടാങ്ക് filled by the pipe in 1 minute. 1 മിനിറ്റിൽ എത്ര ഭാഗം അവിടെ ആ ടാങ്ക് നിറയ്ക്കാൻ പറ്റും? നമ്മൾ കഴിഞ്ഞ ലീനിയർ ഇക്വേഷനിൽ മെന്നിൻ്റെ വുമൻ്റെ ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ തന്നെയാണ്. അതായത് ഇവിടെ നമുക്ക് 1 മിനിറ്റിൽ എത്ര പാർട്ട് ആ പൈപ്പ് കൊണ്ട് ആ ടാങ്ക് നിറയും. അതായത് 1 മിനിറ്റിൽ നമുക്ക് ഫുള്ളായിട്ട് നിറയാൻ എടുത്ത ടൈം എക്സ് ആണെങ്കിൽ 1 മിനിറ്റിൽ 1/x, അതിൻ്റെ ഒരു പാർട്ട് മാത്രമേ അവിടെ ഫില്ലായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ പാർട്ട് ഓഫ് ടാങ്ക് ഫിൽഡ് ബൈ ദ പൈപ്പ് ഇൻ 1 മിനിറ്റ് 1/x. അതുപോലെ വേറൊരു പൈപ്പിൻ്റെ എന്തായിരിക്കും? 1/x + 5. 2 പൈപ്പും കൂടി എടുക്കുന്നതും അതേപോലെ തന്നെ എന്താണ് നമ്മൾ അതിൻ്റെ റെസിപ്രോക്കൽ എഴുതണം. അതായത് 1/100/9 ആണ് വരിക. അപ്പോൾ എന്താവും? 9/100. നമ്മൾ ഒരു മിനിറ്റിൽ ആ ടാങ്കിൻ്റെ എത്ര ഭാഗം നിറയ്ക്കാൻ കഴിയുന്നു അതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/x + 5. ആദ്യത്തെ ടാങ്ക് 1 മിനിറ്റിൽ എത്ര ഭാഗം നിറച്ചു, അതുപോലെ രണ്ടാമത്തെ പൈപ്പ് 1 മിനിറ്റിൽ എത്ര ഭാഗം നിറച്ചു. അപ്പോൾ 2 പൈപ്പും കൂടി വരുമ്പോഴും നമ്മൾ അതിൻ്റെ റെസിപ്രോക്കൽ എഴുതാം. ഫുള്ളായിട്ട് നിറയാൻ എടുത്ത ടൈമാണ് 100/9. അപ്പോൾ ഒരു പാർട്ട് നിറയാൻ വേണ്ടി എടുത്തത് 1/100/9 എന്ന് പറയുന്നത് 9/100. ഇനി ഇതിനെ നമ്മൾ ഷോർട്ടാക്കുമ്പോൾ, അതായത് LCM എടുത്തിട്ട് ചെയ്യുക, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. അതിനെ സോൾവ് ചെയ്യുക. അപ്പോൾ x × x + 5 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × x + 5 എന്ന് പറയുന്നത് x + 5 + 1 × x എന്ന് പറയുന്നത് x ഈക്വൽ ടു ഇവിടെ 9/100. ഇതിനെങ്ങനെ നമുക്ക് മാറ്റി എഴുതാം? ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് x + x എന്ന് പറയുന്നത് 2x + 5 ഡിവൈഡ് ബൈ x × x + 5 എന്നില്ലെങ്കിൽ അതിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ എന്താവും? x² + 5x എന്ന് വരും. x² + 5x = 9/100. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 100 × 2x + 5 ഈക്വൽ ടു 9 × x² + 5x. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇവിടെ 200x + 500 ഈക്വൽ ടു 9x² + 45x എന്ന് വരും. ഇനി എന്ത് ചെയ്യുന്നു? 9x²
പ്ലസ് 45x മൈനസ് 200x മൈനസ് 500 ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ 9x² മൈനസ് 155x മൈനസ് 500 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇത് നമുക്ക് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ചിട്ട് ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്തായിരുന്നു, എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ബി സ്ക്വയർ മൈനസ് 4ac കണ്ടുപിടിക്കാം. ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു ഇവിടെ ബി എന്ന് പറയുന്നത് മൈനസ് 155, എ എന്ന് പറയുന്നത് 9, സി എന്ന് പറയുന്നത് മൈനസ് 500 ആണ്. അപ്പോൾ ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 155 സ്ക്വയർ മൈനസ് 155 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് പറയുന്നത് 9 ഇൻറ്റു സി എന്ന് പറയുന്നത് മൈനസ് 500. അപ്പോൾ ഇവിടെ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. അതുപോലെ 155 ഇൻറ്റു 155 ഈക്വൽ ടു 5 to 27 to 7 5 7 7 5 5 1. അപ്പോൾ 5 2 14 15 22 12 14 1 2 4 0 2 5 പ്ലസ് ഇത് 36 ഇൻറ്റു 5 എന്ന് പറയുന്നത് 180. അപ്പോൾ 180 ഈ 2 0. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. 18 3 0. അപ്പോൾ 5 2 0 12 1 3 4 4 2 0 2 5 ആണ് കിട്ടുന്നത്. ഇതിൻ്റെ ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കണം. റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ലോങ് ഡിവിഷനിൽ ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാം. റൂട്ട് കാണാൻ വേണ്ടി 4 2 0 2 5 ആണ് വരുന്നത്. അപ്പോൾ 3 നമ്പേഴ്സ്. അപ്പോൾ 420 എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഏത് നമ്പർ എടുത്തു കഴിഞ്ഞാലാണ് 420 ഇൻറ്റു 20 400, 21 ഇൻറ്റു 21 441 ആണ്. അപ്പോൾ അതെടുക്കാൻ പറ്റില്ല. 20 400. അപ്പോൾ 2025. ഇനി എന്ത് ചെയ്യുക, ഇതിൻ്റെ ഡബിൾ 40. ഇവിടെ 5ൽ എൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്താ എടുക്കാം, 5 405 ഇൻറ്റു 5 ഇവിടെ എഴുതുന്ന നമ്പർ തന്നെ നമ്മൾ ഇവിടെ എഴുതണം. അപ്പോൾ 5 2 2 5 2025. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 205 ആണ്. ബി സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്നത് എത്രയാണ് കിട്ടിയിട്ടുള്ളത്, 205. ഇനി നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതായത് മൈനസ് ബി എന്ന് പറയുന്നത് മൈനസ് 155 ആണ്. അപ്പോൾ അവിടെ 2 മൈനസ് 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്നത് 2051 ഡിവൈഡ് ബൈ 2 ഇൻറ്റു എ എന്ന് പറയുന്നത് 9. ഇനി ഇതിനെ ഷോർട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ആൻസറായി. അപ്പോൾ 155 പ്ലസ് 205 ഡിവൈഡ് ബൈ 18. അപ്പോൾ എത്രയാണ് വരിക, 205 155 10 6 3 360 ബൈ 18. 360 ബൈ 18 എന്ന് പറഞ്ഞാൽ 82, അതായത് 18 ഇൻറ്റു 2 36 ആണ്. അപ്പോൾ 20 അവേഴ്സ്. നമ്മൾ ആദ്യത്തെ പൈപ്പ് എന്ന് പറഞ്ഞാൽ 20 അവർ എക്സ് ആയിട്ട് എടുത്തിട്ടുള്ള പൈപ്പ് 20 അവേഴ്സ് കൊണ്ട് ആ ടാങ്ക് ഫില്ല് ചെയ്യും. അതുപോലെ ഇവിടെ ഇപ്പോൾ നമുക്ക് എന്നൊരു വാല്യൂ നെഗറ്റീവിലാണ് കിട്ടുക, അതായത് 155 മൈനസ് 205 ഡിവൈഡ് ബൈ 18 വരും. അപ്പോൾ ഇത് മൈനസ് ആണ് വരിക. അപ്പോൾ മൈനസ് നമുക്ക് ടൈം കിട്ടില്ല. അപ്പോൾ നമ്മൾ പോസിറ്റീവ് വാല്യൂ എടുക്കുക. പക്ഷെ അതവിടെ എഴുതി കാണിക്കുക. 205 155 05 മൈനസ് 50 ബൈ 18 വരും. 25 മൈനസ് 25 ബൈ 9 ആണ് കിട്ടുന്നത്. അത് നമുക്ക് എക്സിൽ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ടൈം ടേക്കൺ ബൈ 1 5 ഈക്വൽ ടു എത്രയാണ്, ഫിൽ ദ ടാങ്ക് ഈക്വൽ ടു നമ്മൾ എന്താണ് എടുത്തിട്ടുള്ളത്, എക്സ് ആണ്. അപ്പോൾ 20 അവേഴ്സ്. അതർ പൈപ്പ് എന്ന് പറയുന്നത് അതർ പൈപ്പ് ഈക്വൽ ടു എക്സ് പ്ലസ് 5 ആണ്. എക്സ് പ്ലസ് 5 എന്ന് പറയുമ്പോൾ 20 പ്ലസ് 5
ദാറ്റ് ഈസ് ഈക്വൽ ടു 25 hours. 25 hours, സോറി ഇവിടെ അവേഴ്സ് അല്ല, നമുക്ക് മിനിറ്റിലാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ 20 മിനിറ്റ്സും, അപ്പോൾ ക്വസ്റ്റ്യൻ എപ്പോഴും ശ്രദ്ധിക്കണം, ചിലപ്പോൾ അവേഴ്സിലായിരിക്കും ഉണ്ടാവുക. ഇത് ക്വസ്റ്റ്യൻ തന്നെ മിനിറ്റ്സിലായതുകൊണ്ട് നമ്മൾ മിനിറ്റ്സ് എഴുതുന്നു. അപ്പോൾ മിനിറ്റ്സ്. രണ്ടാമത്തെ പൈപ്പ് ഫിൽ ചെയ്യാൻ എടുത്ത ടൈം എന്ന് പറയുന്നത് 25 മിനിറ്റ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2 taps together can fill a tank in 3 1/13 hours. If one tap takes 3 hours more than the other to fill the tank, then how much time will each tap take to fill the tank? ഇവിടെ ക്വസ്റ്റ്യൻസ് 3 വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഇവിടെ നേരത്തെ നമുക്ക് മിനിറ്റിലാണ് ഉണ്ടായിരുന്നത്, ഇവിടെ അവേഴ്സിലുണ്ട്. അതുപോലെ ഇത് എത്ര 3 hours മോർ അങ്ങനെ ഉണ്ടാവും. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉണ്ടാവൂ. സ്റ്റെപ്പെല്ലാം നമുക്ക് സെയിം തന്നെ. അപ്പോൾ ആദ്യത്തെ നമ്മൾ എടുക്കുന്നത് ലെറ്റ് ടൈം taken by one pipe to fill the tank be x. Okay, other pipe be x plus 3. ഒന്ന് എക്സും ഒന്ന് എക്സ് പ്ലസ് 3 ആണ്. ഇൻ 1 മിനിറ്റിൽ നമുക്ക് എന്താവും, ഈക്വൽ ടു 1/x അതുപോലെ അതർ പൈപ്പ് 1 മിനിറ്റിൽ 1/x plus 3 ആവും. ഇവിടെ നമ്മുടെ ടൈം എന്ന് പറയുന്നത് ടുഗദർ they fill ഈക്വൽ ടു 3 1/13 ആണ്. 3 1/13 എന്ന് പറയുമ്പോൾ 13 into 3 300 9 13 into 3 39 plus 1 എന്ന് പറയുന്നത് 40/13 ആണ് വരുന്നത്. 40/13 കിട്ടി. ഇനി ഇതിനും അതേപോലെ 1 മിനിറ്റിൽ എന്ന് പറയുമ്പോൾ 13/40 ആവും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/x plus 1/x plus 3 ഈക്വൽ ടു 13/40. ഇത് ഓർമ്മിച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഇവിടെ തിരിച്ചെഴുതാൻ മറന്നു, ഇത് റെസിപ്രോക്കലാണ് എഴുതേണ്ടത്. അപ്പോൾ x into x plus 3 ഈക്വൽ ഇങ്ങനെ എഴുതുക, എക്സ് പ്ലസ് 3 ഇതിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക, പ്ലസ് എക്സ് ഈക്വൽ ടു 13/40. ഇനി നമുക്ക് ഷോർട്ട് ആക്കാം. 2x plus 3 divided by x into x plus 3 ഈക്വൽ ടു 13/40 ആണ് ഉള്ളത്. ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. അതിനെ സോൾവ് ചെയ്തിട്ട് എക്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ 40 into 2x plus 3 ഈക്വൽ ടു 13x into x plus 3. അപ്പോൾ ഇവിടെ 80x plus 120 ഈക്വൽ ടു 13x square plus 39x. നമുക്ക് 13x square plus 39x minus 80x minus 120 ഈക്വൽ ടു 0. അപ്പോൾ 13x square plus 39x ഇവിടെ അതായത് 80യിൽ നിന്ന് 39 മൈനസ് ചെയ്യുക. അപ്പോൾ 1 7 ആവുമ്പോൾ 4 മൈനസ് 41x മൈനസ് 41x മൈനസ് 120 ഈക്വൽ ടു 0. ഇങ്ങനെയാണ് ഉള്ളത്. ഇനി നമുക്കിപ്പോൾ ഷോർട്ട് ആക്കാനൊന്നും കഴിയില്ല. അപ്പോൾ ഇത് ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ b² മൈനസ് 4ac ഈക്വൽ ടു മൈനസ് 41 സ്ക്വയർ മൈനസ് 4 into a into c എന്ന് പറയുന്നത് മൈനസ് 120. b² മൈനസ് 4ac 41 into 41 എന്ന് പറയുന്നത് 1 4 4 16 1681 കിട്ടി. 13 into 4 എന്ന് പറയുന്നത് 52 into 12 4 10 2 5. അപ്പോൾ 624 എന്ന് പറയുമ്പോൾ 1681 പ്ലസ് 6240 എന്ന് വരും. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. 6240 1681 1 12 9 7921 ആണ് വരുന്നത്. 7921നെ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ലോങ് ഡിവിഷൻ ഉപയോഗിച്ചിട്ട് അതിൻ്റെ റൂട്ട് കണ്ട് 7921 എന്ന് പറയുമ്പോൾ ഇവിടെ 8 8s are 64. 9 എടുക്കാൻ പറ്റില്ല കാരണം 81 ആവും. 64 ആവുമ്പോൾ ഇവിടെ 5 15 21. ഇവിടെ 8 to 8 16
ഇനി നമ്മൾ അതായത് 9 8 54 പ്ലസ് 8 62 6 അങ്ങനെയായിട്ട്. അതായത് 1-ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ എല്ലാം എന്തായിരിക്കും, ഒന്നുമില്ലെങ്കിൽ 1 കൊണ്ട് തന്നെ, അല്ലെങ്കിൽ 9 9 9s are 81 ആണ്. അപ്പോൾ 9 1 5 2 1 അപ്പോൾ 169. b സ്ക്വയർ മൈനസ് 4 8, അതായത് നമ്മുടെ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി എത്രയാണ്, -41 പ്ലസ് ഓർ മൈനസ് √7921 ഡിവൈഡ് ബൈ 2 ഇൻറ്റു എ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് 13 ആണ്. അപ്പോൾ 41 പ്ലസ് ഓർ മൈനസ് 7921 എത്രയാണ്, 89 ഡിവൈഡ് ബൈ 26 ആണ് വരുന്നത്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഒന്ന് പ്ലസും ഒന്ന് നെഗറ്റീവും. നെഗറ്റീവ് നമുക്ക് വേണ്ട, കാരണം ടൈമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പ്ലസ് 89 130 ബൈ 26 ആണ് വരുന്നത്. 130 ബൈ 26, അതായത് 2 ഇൻറ്റു 13 ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ ക്യാൻസൽ ചെയ്യാം. 5 എക്സ് എന്ന് പറയുന്നത് 5 ആണ് വരുന്നത്. അപ്പോൾ ഏറ്റവും നെഗറ്റീവില് ചെയ്ത് കാണിക്കുക. എക്സ് ഇസ് ഈക്വൽ ടു 41 മൈനസ് 89 ഡിവൈഡ് ബൈ 26. അതിനെ മൈനസ് ചെയ്തിട്ട് കാണിക്കുക. അവിടെ 89 41 8 4 മൈനസ് 48 ബൈ 26. അപ്പോൾ അത് നമുക്ക് എടുക്കാൻ കഴിയില്ല. അപ്പോൾ ടൈം ലാസ്റ്റ് എന്നിട്ട് നമ്മൾ എന്താണ് എക്സ് എടുത്തിട്ടുള്ളത്, അതായത് 1 ടാപ്പ് 2 ടൈം ടേക്കൺ ബൈ 1 ടാപ്പ് ടു ഫിൽ ദ ടാങ്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ലാസ്റ്റ് എടുത്ത് എഴുതാൻ മറന്നുപോയത്. എക്സ് എന്ന് പറയുന്നത് 5 അവേഴ്സ്. അടുത്തത് നമുക്ക് എക്സ് പ്ലസ് 3 ആയിരുന്നു. അപ്പോൾ 5 പ്ലസ് 3 എന്ന് പറയുന്നത് അടുത്ത എക്സ് പ്ലസ് 3 ആണ്. അപ്പോൾ എക്സ് പ്ലസ് 3 എന്ന് പറയുന്നത് 5 പ്ലസ് 3 8 അവേഴ്സ്. അപ്പോൾ രണ്ടും അതേപോലെ എടുത്തെഴുതുക. അതർ പൈപ്പ് അല്ലെങ്കിൽ അതർ ടാപ്പ് ടു ഫിൽ. അപ്പോൾ അതുപോലെ എടുത്തെഴുതുക. ഇന്നത്തെ ക്ലാസ് 3 ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഒന്ന് സബ്സ്ക്രൈബ്